ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഗോസസ് ലോയുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ തിൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഒന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. E = λ/2πε0 r എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇന്ന് നമ്മളൊരു ഷീറ്റ് ഓഫ് ചാർജ്, പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് 2 ഡയമെൻഷനിലാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെയൊക്കെ ഒരു പീസ് ഓഫ് പേപ്പർ, ഒരു ഷീറ്റ് നമ്മളിങ്ങനെ കുത്തനെ പിടിച്ചിരിക്കുന്നു. ആ ഷീറ്റിന് നമ്മൾ എന്ത് കൊടുത്തിരിക്കുകയാണ്? പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ചാർജ്ഡ് ഷീറ്റാണ്. അതിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തു. പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും റേഡിയലി ഔട്ട്വേർഡായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇതൊരു ഷീറ്റ് ഓഫ് ചാർജ് ആയതുകൊണ്ട് ഇതിൽ ടോട്ടൽ ചാർജ് Q ആണെങ്കിൽ ചാർജ് പെർ ഏരിയ സിഗ്മ ആയിരിക്കും അല്ലേ. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ഏരിയ ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് P എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചാർജ്ഡ് ഷീറ്റ് കൊണ്ട് P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, P സപ്പോസ് R ഡിസ്റ്റൻസിലാണെന്ന് ഇമാജിൻ ചെയ്യുന്നു. ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദി ഗോസിയൻ സർഫസ് കണ്ടുപിടിക്കും. മൂന്നാമത് ഗോസസ് ലോ അപ്ലൈ ചെയ്യും. അങ്ങനെ ഈയുടെ ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഗോസിയൻ സർഫസ് ആണ്. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് ഈ P ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു സർക്കുലാർ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മളിവിടെ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ, അതായത് നമ്മൾ ഈ കൺസിഡർ ചെയ്ത ഏരിയ നമ്മുടെ ഗോസിയൻ സർഫസിൻ്റെ ഫ്ലാറ്റ് സർഫസായി വരുന്ന രീതിയിൽ ഒരു സിലിണ്ടറാണ് നമ്മുടെ ഗോസിയൻ സർഫസ്. അതായത് ഈ സിലിണ്ടറിൻ്റെ ഫ്ലാറ്റ് സർഫസാണ്, താഴെയും മുകളിലുള്ള സർഫസാണ് ഇത് രണ്ടും. ഈ സിലിണ്ടർ ഇങ്ങനെ ഈ പ്ലെയിൻ ഷീറ്റിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു, തുളച്ച് കയറി പോകുന്നു. നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പർ ഇങ്ങനെ കുത്തനെ വെച്ചു, അതിലേക്ക് ഒരു പെന്നിൻ്റെയോ അങ്ങനെയുള്ള ഒരു ട്യൂബ് നമ്മളിങ്ങനെ തുളച്ചിങ്ങനെ കയറ്റുകയാണ്. അതേപോലെയുള്ള ഒരു ഫിഗർ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഗോസിയൻ സർഫസ് കണ്ടുപിടിച്ചു, കിട്ടി. ഗോസിയൻ സർഫസ് സിലിണ്ടർ. ഇനി ഈ ഗോസിയൻ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ E.ds ആണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ Eയും ds തമ്മിലുള്ള ആംഗിൾ അറിഞ്ഞിരിക്കണം, ഓരോ സർഫസിലും ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് x ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. വെറുതെ ഒരു ഡിജിറ്റ് x എന്ന് കൺസിഡർ ചെയ്തു. ഇനി ഈ 3 സർഫസ് ABC എന്നുള്ള 3 സർഫസ്, A ഫ്ലാറ്റ് സർഫസ്, B എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്ലാറ്റ് സർഫസ്, C എന്ന് പറയുന്നത് ഈ കേർവ്ഡ് സർഫസാണ്. ഇനി ഓരോ സർഫസിലുള്ള Eയും dsൻ്റെയും ഡയറക്ഷൻ. ഒന്നാമത്തെ സർഫസ് ഈ Aയിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഔട്ട്വേർഡ് ആയിരിക്കും അല്ലേ. dsഓ, അതായത് ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ സർഫസിന് നോർമലായിരിക്കും, അതും പുറത്തേക്ക് തന്നെ ഒരേ ഡയറക്ഷനായി. Eയും dsഉം ഒരേ ഡയറക്ഷൻ. ഇനി B എന്നതിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് റേഡിയലി ഔട്ട്വേർഡാണ്. ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. dsഉം അതേ ഡയറക്ഷനിൽ തന്നെ അല്ലേ. ഈ സർഫസിന് നോർമലാണ് ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. ഇനി C കേർവ്ഡ് സർഫസിൽ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുന്നു, ds. അവിടെ ഏരിയ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്, നോർമൽ ടു ദി ഏരിയ.
ഇലക്ട്രിക് ഫീൽഡ് അഗെയിൻ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനാണ് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, പുറത്തേക്കാണ് വരുന്നത്. അതായത് ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു എന്ന് പറയുന്നത് എന്താണ്? ഇ ഡോട്ട് ഡി എസ് ആണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ് ഗോസിയൻ സർഫസ് ഈസ് സിലിണ്ടർ. രണ്ടാമത് എഴുതേണ്ടത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ഫ്രം ഗോസസ് ലോ ഫൈ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. നമ്മുടെ ഗോസസ് ലോ എന്താണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? ഗോസസ് ലോയുടെ LHS ആണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ഗോസിയൻ സർഫസ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഏതൊക്കെയാണ് വരിക? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് ഫിഗറിൻ്റെ, അതായത് ഈ ഗോസിയൻ സർഫസിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. 3 സർഫസ് ഉണ്ടാകുമ്പോൾ ഓരോ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആഡ് ചെയ്യണം. അതായത് ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എസ് പ്ലസ് രണ്ടാമത്തെ സർഫസ് ഇൻ്റഗ്രൽ ഓവർ ബി ഇ ഡോട്ട് ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി ഇ ഡോട്ട് ഡി എസ്. ഇനി ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇയും ഡി എസും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അതായത് ഇ ഡി എസ് കോസ് 0 എന്ന് വരും. പ്ലസ് രണ്ടാമത്തേലും അതേപോലെ ഇയും ഡി എസ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇ ഡി എസ് കോസ് 0. ഇനി തേർഡ് ഫേസിലാകുന്ന സമയത്ത് ഇ ഡി എസ് കോസ് 90. ഇത് രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലറാണ്. അപ്പോൾ കോസ് 90 എന്ന് വരും. അതായത് കേർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് 0 ആയിരിക്കും. കോസ് 90 0 അല്ലേ, ഇത് 0 ആയിരിക്കും നമുക്ക് കിട്ടുക. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് എ എന്നുള്ള ഇ ഡി എസ് അതേപോലെ ബിയിലുള്ള ഇ ഡി എസ്, അങ്ങനെ 2 ഇ ഡി എസ് എന്ന് കിട്ടും. അതിൽ 2e പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് വരും. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ ഒരു സർഫസിൻ്റെ ടോട്ടൽ ഏരിയ അല്ലേ. അതായത് ഈ കേർവ്ഡ് സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയി. ബാക്കി വരുന്നത് നമുക്ക് എ എന്ന സർഫസിലുള്ള ഫ്ലാറ്റ് സർഫസിലും അതേപോലെ ഇപ്പുറത്തുള്ള ഫ്ലാറ്റ് സർഫസിലും ഉള്ള ഇ ഡോട്ട് ഡി എസ് ആണ്, അല്ലെങ്കിൽ ഇ ഡി എസ് ആണ്. അതങ്ങനെയാണ് 2 ഇ ഡി എസ് എന്ന് കിട്ടിയത്. 2e കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്താൽ നമുക്ക് ബാക്കി വരുന്നത് ഈ ഒരു സർഫസിൻ്റെ ഏരിയ ആണ്, അല്ലെങ്കിൽ ഈ ഒരു സർഫസിൻ്റെ ഏരിയ. രണ്ടും ഒന്ന് തന്നെയല്ലേ. എത്ര ഇതിൻ്റെ ഏരിയ വരിക? എക്സ് ആണ് റേഡിയസ് എങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ പൈ എക്സ് സ്ക്വയർ ആയിരിക്കും അല്ലേ. അതായത് 2e ഇൻറ്റു പൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇത് ഈ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്യൂ ബൈ എപ്സിലോൺ 0 എന്നുണ്ട്. ക്യൂ എന്നുള്ള ടേം നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. പകരം നമ്മൾ എടുത്തത് സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ഏരിയ, ക്യൂ ബൈ ഏരിയ. ഇവിടെ ഈ ക്യൂ എൻക്ലോസ്ഡ്, ഗോസിയൻ സർഫസ് എൻക്ലോസ്ഡ് ചെയ്ത ചാർജാണ് ക്യൂ. ഇവിടെ എത്ര ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്ത ചാർജ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ മനസ്സിൽ വിചാരിക്കുക. അതായത് ഒരു നോട്ട്ബുക്കിൻ്റെ പ്ലെയിൻ ഷീറ്റ്, ഇങ്ങനെ ഷീറ്റ് ഓഫ് പേപ്പർ നമ്മളിങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്, കുത്തനെ വെച്ചിരിക്കുകയാണ്. അതിലൂടെ ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ഇങ്ങനെ കുത്തിക്കയറ്റുകയാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇങ്ങനെ കുത്തിക്കയറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അത്രയും ഏരിയ ആയിരിക്കില്ല ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവുക. അതായത് ഈ പൈ എക്സ് സ്ക്വയർ ഏരിയയിലുള്ള ചാർജ് ആയിരിക്കൂലേ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്യൂ ബൈ എപ്സിലോൺ 0നെ എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ ഇൻറ്റു പൈ എക്സ് സ്ക്വയർ ബൈ എപ്സിലോൺ 0. ക്യൂ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ, അത്രയും ഭാഗത്തിൻ്റെ ഏരിയ പൈ എക്സ് സ്ക്വയർ. ഇനി ഗോസസ് ലോയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2e ഇൻറ്റു പൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ പൈ എക്സ് സ്ക്വയർ ബൈ എപ്സിലോൺ 0. ഇതിൽ ഈ എക്സിനൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം നമുക്ക് വേണമെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്ന് മാത്രമായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ 2e ഇൻറ്റു എ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2e ഇൻറ്റു പൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു പൈ എക്സ് സ്ക്വയർ ബൈ എപ്സിലോൺ 0. നമുക്ക് ഇ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ LHSൽ പൈ എക്സ് സ്ക്വയർ ഉണ്ട്, RHSലും പൈ എക്സ് സ്ക്വയർ ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ ഇ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പ്ലെയിൻ ഷീറ്റിൻ്റെ
ഇക്വേഷൻ വരുന്നത്. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടെ നിങ്ങൾ നോക്കുക, അതായത് എക്സ് നമ്മളെടുത്ത ഗോസിയൻ സർഫസിൻ്റെ ഡയമെൻഷൻ ഒന്നും ഈ ഇക്വേഷനിൽ വന്നിട്ടില്ല അല്ലേ. ഇനി വെക്റ്റർ ഫോമിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വെക്റ്റർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എൻ ക്യാപ്, അതായത് ഒരു മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ. എൻ ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി യൂണിറ്റ് വെക്റ്റർ നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ഷീറ്റ് അല്ലേ. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി വേറൊരു പോയിൻറ്റും കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോക്കുക, നമ്മളവിടെ ലൈൻ ചാർജിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയറിൻ്റെ കേസിൽ ഇ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 ആർ എന്നുള്ള ടേം വന്നിരുന്നു. ആർ എന്തായിരുന്നു? ഏത് പോയിൻറ്റിലാണോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് ആ പോയിൻറ്റിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ആർ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഇക്വേഷനിൽ ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വന്നിട്ടില്ല, അതായത് ഇ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ആർ. ഞാൻ വീണ്ടും പറയുകയാണ്, പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ ഇ ഈസ് പ്രപ്പോർഷണൽ ടു 1/r². ലൈൻ ചാർജിൻ്റെ കേസിൽ, അതായത് വയറിൻ്റെ കേസിൽ, ഇ ഈസ് പ്രപ്പോർഷണൽ ടു 1/r. ഇവിടെ പ്ലെയിൻ ഷീറ്റിൻ്റെ കേസിൽ ഇ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ആർ. ഓക്കെ, അത് നോട്ടായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് സൈസ് ഓഫ് ദി ഗോസിയൻ സർഫസ്. ഇ ഡ്യൂ ടു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ആർ. ഇതൊക്കെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. താങ്ക് യു.